ഹലോ, ഇന്നാൾ കോയമ്പത്തൂരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പം ട്രെയിനിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് ബോറടിച്ച്, കുറേ നേരം വാതിലിൻ്റെ അവിടെ പോയി നിന്ന് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലും എൻ്റർടൈനിങ് ആയിട്ടുണ്ടോ എന്ന് വെറുതെ ബാഗിൻ്റെ അടുത്ത് പോയി നോക്കി. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ ഒരു പഴയ ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് അതാ മടക്കി കിടക്കുന്നു. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പം അതിൽ ആൻഷ്യൻ ഹിസ്റ്ററിയിലെ എൻഡ് പാർട്ടിലേക്ക് വരുന്ന ചോള ഡൈനാസ്റ്റിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആർട്ടിക്കിൾ കണ്ടു. വീട്ടിൽ വന്നിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയപ്പോഴാണ് ഇതിൽ കുറേ പോയിൻറ്റ്സ് കണ്ടത്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാജേന്ദ്ര ചോളയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. ആരാണ് രാജേന്ദ്ര ചോള? ഇതാണ് രാജേന്ദ്ര ചോള, രാജരാജ ചോളൻ്റെ മകൻ. നെപ്പോളിയൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കുറേ റീജിയൻസൊക്കെ കീഴ്പ്പെടുത്തിയതാണ്. ഗംഗൈകൊണ്ട ചോള എന്നും രാജേന്ദ്ര ചോളയെ അറിയപ്പെടുന്നുണ്ട്. മുഹമ്മദ് ഓഫ് ഗസ്നി നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്നപ്പം അയാളുടെ കണ്ടംപററി ആയി വന്നതായിരുന്നു ഈ രാജേന്ദ്ര ചോള. ഈ രാജേന്ദ്ര ചോളയെ പറ്റി പറയുന്നത് പോലെ തന്നെ ഇതിൽ ഈ ഗംഗൈകൊണ്ട ചോള, നമ്മൾ നേരത്തെ നോട്ടിൽ കണ്ട ഗംഗൈകൊണ്ട ചോള എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജേന്ദ്ര ചോളയുടെ അച്ഛനെ കുറിച്ചും പറയുന്നുണ്ട്. ആരാണ് രാജേന്ദ്ര ചോളൻ്റെ അച്ഛൻ? രാജരാജ ചോളയാണ്. രാജേന്ദ്ര ചോളാസ് ഫാദർ രാജരാജ ചോള. അവരുണ്ടാക്കിയൊരു ഇതാണ് ബൃഹദേശ്വര ടെമ്പിൾ. ഈ തമിഴ്നാട്ടിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോണുമെൻ്റാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ. അപ്പോൾ ഇത്രയൊക്കെ അറിവ് നമുക്ക് ഈ ചെറിയൊരു പേപ്പറിൽ നിന്ന് കിട്ടി. ഇതാണ് രാജരാജ ചോള ഉണ്ടാക്കിയ ബൃഹദേശ്വര ടെമ്പിൾ. ഇവർ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ മാത്രമല്ലായിരുന്നു കോൺസെൻട്രേറ്റഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ബിഗിൻ ചെയ്തിട്ട് ഒരു ശ്രീലങ്കയിലേക്ക്, അനുരാധപൂർ എന്നൊക്കെ പറയും അന്ന്, ശ്രീലങ്കയിലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അവരുടെ ഇൻഫ്ലുവൻസ് കടത്തിയിരുന്നു. ഇതാണ് ഗ്രേറ്റ് ചോളയെക്കുറിച്ചിട്ട് നമ്മൾക്ക് ആ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയ അറിവുകൾ.